ഉരുളക്കിഴങ്ങും മുട്ടയും ചിക്കനും കൊണ്ടൊരു അടിപൊളി വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൈകൊണ്ട് പിച്ചിയതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി സവാള പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിച്ചി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഫില്ലിങ്സ് ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ 3 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തതാണ്. അതും കൂടെ ഈ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പൊട്ടറ്റോക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ബോയിൽ ചെയ്ത 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാടമുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു മുട്ടയാകുമ്പോൾ നമുക്കൊന്നും കൂടെ നല്ലതാണ്. പിന്നെ വേണ്ടത് തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. നമ്മൾ സാധാരണ എടുക്കുന്ന സേമിയ അല്ല, ഈ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, കുനാഫയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തികയില്ല, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ വേണ്ടി വരും. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഒരു മുട്ട ചിലപ്പോൾ തികയില്ല, അപ്പോൾ ഒന്നും കൂടെ ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ കിളിക്കൂടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫില്ലിങ്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. കുറച്ച് വലിയൊരു ബോൾ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഇനി ഈ ബോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് എഗ്ഗിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് വെച്ചെടുക്കാനാണ്. അപ്പോൾ ഇനി എഗ്ഗിൻ്റെ പീസ് വെക്കുക കേട്ടോ. ചെറിയ പീസാകുമ്പോൾ നമുക്ക് ചെറിയ ബോൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ്. ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ കവർ ചെയ്യണം. നമുക്ക് ഫില്ലിങ്സ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എഗ്ഗിൻ്റെ പീസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഫില്ലിങ്സ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് തിന്നായിട്ടുള്ള സേമിയ ക്രഷ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിലൊന്ന് കോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കണം, കട്ടിയുള്ള സേമിയ എടുക്കരുത്. കിളിക്കൂടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിളിക്കൂടിൻ്റെ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് സേമിയ എടുത്തത്. പിന്നെ ഇനിയിപ്പോൾ അഥവാ സേമിയ അല്ല ഇത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒന്ന് കോട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ സേമിയയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സേമിയ നന്നായിട്ട് അതിന്മേൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നൂല. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ കോട്ടിങ് ചെയ്യണം കേട്ടോ. കിളിക്കൂടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിളിക്കൂടിൻ്റെ പോലെ കമ്പും ചുള്ളിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഡബിൾ കോട്ടിങ് ഒക്കെ ചെയ്ത് സേമിയയിൽ കോട്ട് ചെയ്ത് എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. ഉള്ളൊക്കെ ആൾറെഡി കുക്കായതാണല്ലോ, ഇനി പുറമെ മാത്രം മുരിഞ്ഞിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് മാക്സിമം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഫസ്റ്റ് ട്രിപ്പൊക്കെ സെക്കൻഡ് ട്രിപ്പൊക്കെ ആകുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയയിൽ മുക്കി പൊരിക്കണോണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും പുറമെ ഇരിക്കുക. പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്, കാരണം നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, കാണാനും പിന്നെ നല്ല അടിപൊളി ലുക്കല്ലേ, കണ്ടില്ലേ. പിന്നെ ഇതിപ്പോൾ ഞാൻ മുട്ട ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. സാധാരണ കിളിക്കൂടിൻ്റെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിളിക്കൂടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് പുറമെ മുട്ട പുഴുങ്ങി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് ഒരു കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല, കാണാനേ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുട്ട ഉള്ളിൽ വെച്ചിട്ട് കിളിക്കൂട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.